Some love to the mall with a couple capos and 100 fucking dimes. Color slaughter gang, you get your shit popped. Take with a drum, if your chain never go stop. Be on that night boy shit. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞങ്ങൾ മാർക്കറ്റിലൊക്കെ പോവാണ്. അപ്പം അടുക്കള കണ്ടിട്ടൊന്നും നോക്കണ്ട, ഞങ്ങൾ ഇതുവഴിയാണ് പോകുന്നത്. സോ ഞങ്ങൾ ഇന്ന് പ്രൈമാർക്കല്ലേ ചേച്ചിയെ, അവിടേക്ക് ഞങ്ങൾ പോവാണ്. ലെറ്റ്സ് ഗോ. ഫാമിലി ആയിട്ടൊക്കെ പോകുന്നുണ്ട്, ചേച്ചിയൊക്കെ ഉണ്ട്. നമ്മളല്ലേ സ്ട്രൈറ്റ് വന്നു. അപ്പൊ നമ്മള് സ്ട്രൈറ്റ് കാറിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ടില്ലേ നമ്മളില്ലേ പ്രൈമാർക്കിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 7 വയസ്സായ കുട്ടികൾ, അതായത് 7 വയസ്സുകാരെ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടിരിക്കണം എന്നുള്ളതാണ്. ലൈറ്റ് കിട്ടുപോന്നാ. ഓക്കെ, 7 വയസ്സുകാരെ കുട്ടികൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന നിർബന്ധമാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം. അപ്പോൾ 2 ഉണ്ണികളും ഇങ്ങനെ ഇരുത്തിക്കാണ്, അത് ഇവരുടെ ഒരു റൂളാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ, കൈയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. എനിക്കിവിടെ ഫസ്റ്റ് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വലിയ തണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ തണവ് വന്നോടെ എൻ്റെ കൈയൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. മോയ്സ്ചറൈസർ ക്രീമൊക്കെ തേച്ചാലും വലിയ കാര്യമൊന്നുമില്ല. അല്ല, എൻ്റെ കൈ തണവില്ലേ? തണുപ്പാണല്ലേ? അതെ. ആദ്യം മുമ്പ് എവിടേക്ക് പോയിട്ടുണ്ടോ? പ്രൈമാർട്ടിൽ പോയിട്ടുണ്ടോ? അതെ, അല്ലേ ബിഫോറിൽ ഇങ്ങോട്ട് വന്നു. അത് സ്റ്റോപ്പായി ഇങ്ങനെ സ്റ്റോപ്പിലേക്ക് പോകുന്നതൊക്കെ. അവിടെ അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങാൻ കിട്ടാൻ നമുക്ക്? നമ്മൾക്കില്ലേ കാർഡ്സ്, എന്നിട്ട് നമ്മൾക്ക് ഹെഡ്ഫോണ്, ടോയ് ഹെഡ്ഫോണാണ്. എന്നിട്ടല്ലേ കുറച്ച് ലാംഗ്വേജ് കുറച്ച് ഇതാണ്, കാരണം ഇവൻ പഠിക്കുന്ന ക്ലാസ്സിലാണെങ്കിൽ 2 മലയാളീസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ബ്രിട്ടീഷുകാരാണ്. സോ ഇവന് മലയാള ലാംഗ്വേജ് ഭയങ്കര കുറവാണ്. അപ്പോൾ എന്തായാലും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കിനി വീഡിയോയിൽ കാണാം. ഇപ്പൊ ടൈം 5:15 എന്നിട്ടും പെട്ടെന്ന് ഇരുട്ടായി. ഇവിടെ പെട്ടെന്ന് സമയം പോട്ടോ, 5:15. അപ്പൊ ഭയങ്കര ഇരുട്ടായി. ഏതാണ്ട് വൈകുന്നേരം ഒരു 9 മണി 10 മണി ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അതെ ഗൈസ്. അപ്പൊ നമ്മൾ പ്രൈമാർക്ക് വിചാരിച്ചതായിരുന്നു. അപ്പൊ അവിടെ അറിയില്ല ഗൈസ് എന്തൊക്കെയാന്ന്. ഞാൻ പറയട്ടെ. സോ അവിടേക്ക് പോകാനായിട്ട് വിചാരിച്ചതാണ്. അപ്പോൾ അവിടെ ക്ലോസ് ആയും 6 മണി വരെ ഉള്ളൂ. സോ അപ്പം ഞങ്ങൾ വേറൊരു സ്പോട്ട് പറഞ്ഞിട്ടുണ്ട്. വേറെ സ്പോട്ടിന്റെ പേര് എന്താണ്? അറിയില്ല. അപ്പോൾ അവിടുത്തെ വീഡിയോസ് എടുക്കാം. നമുക്ക് എവിടേക്ക് നമ്മൾ പോണേന്ന്? എനിക്കറിയില്ല, പറഞ്ഞുതരും. മോർസോൺ. ഗൈസ്, അപ്പൊ ഞങ്ങൾ അവിടെയും ക്യാൻസൽ ചെയ്തപ്പോ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ്. ഫുള്ള് ഇനി ഇതും ക്യാൻസൽ ചെയ്യോ? സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ പോണത് ഫുഡ് വാങ്ങാൻ. ഓക്കെ, സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഫുഡ് വാങ്ങാനായിട്ട്. അപ്പൊ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റൊക്കെ കാണിച്ചു തരാം ഗൈസ്, അല്ലേ? അതെ, നമ്മൾ അവിടെ നോക്കൂ, സൂപ്പർ മാർക്കറ്റ് ആണ് അവിടെ. ഓക്കെ, എന്നിട്ട് ഇവിടെ എല്ലാ ഷോപ്സ് ഉണ്ട് നമുക്ക് ബൈ ചെയ്യാന്. എന്നിട്ടില്ലേ നമ്മൾക്കില്ല എല്ലാതും ബൈ ചെയ്യാൻ. നമ്മൾക്ക് എന്തിട്ടാണ് കേക്ക് ബൈ ചെയ്യാം. കേക്ക് പോലത്തെ സാധനം കിട്ടുന്നാണ് പറയണേ. നമുക്ക് നോക്കാം. ഈ സൂപ്പർ മാർക്കറ്റിൽ ഭയങ്കര റേറ്റ് കുറവില് സാധനങ്ങൾ കിട്ടുന്നതാണ് ചേച്ചി എന്നോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. രൂത്ത് കരഞ്ഞു ഗൈസ്. Come here.
You've got a better hood than me, mate. I know, you don't have to watch that one. You go off with anybody, won't she? Don't go off with strangers, don't you? ലില്ലേ സ്ട്രൈറ്റ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാ. ഇതെവിടെ വെച്ചു? ഹലോ ഹലോ. എന്നിട്ട് നമ്മളില്ലേ പുറത്താണ്. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെ ഓടിക്കാണ്. അപ്പോലെ ഇവിടെ ട്രേസ് ഉണ്ട്. അപ്പോ നമ്മളില്ലേ ഉത്സാഹിക്ക് പോയിട്ട് നാളത്തെ പോലെ പോവാണ്. അപ്പോ അമ്മ വരാം. നമ്മളെ അപ്പോ ഓച്ച് ഇവിടെ ഉണ്ട് അടുത്തല്ലേ. ഹലോ. അപ്പോ നമ്മളല്ലേ ഓക്കെ മുന്തിരി സെക്ഷനിലേക്ക് പോവാണ്. ഇതെടുക്കണം. ഫോട്ടോ എടുത്തു. സ്ട്രോബെറി എടുത്തിട്ടില്ല. അപ്പോ എനിക്കിത് കിട്ടി സ്ട്രോബെറി. എനിക്കത് വേണ്ട. നമ്മുടെ അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് വരുന്നത്. ഇത്രേ വരുന്നുള്ളൂ. സോ നല്ല നല്ല സാധനങ്ങളുണ്ടല്ലേ? എല്ലാം ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പൊ ഞങ്ങള് മന്ന എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്ത് വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. നല്ല വിശപ്പുണ്ട്. ഇപ്പൊ മണി 6:30 ആയിട്ടുള്ളൂ. ഫുഡ് കഴിച്ചിട്ടാണ് വീഡിയോ ചേച്ചി നമ്മള് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടിലോട്ട് പോവാണ് ഗൈസ്. മന്ന റെസ്റ്റോറൻറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? മലയാളി അടിപൊളി ഫുഡ് കിട്ടും. മലയാളി ഫുഡ് കഴിക്കാൻ പോണേ തൃശ്ശൂരുകാരുടെ ഫുഡ് തന്നെയാണ്. കുന്നംകുളത്ത് ഉള്ള ആൾക്കാരാണ് ഇവിടെ നടത്തുന്നത്. ഓ അടിപൊളിയാണ്. ഇവിടെ 6:30 ആയിട്ടുള്ളൂട്ടെ ഗൈസ്. പക്ഷെ ഭയങ്കര ഒരു മിനിറ്റ് ലൈറ്റ് സെറ്റ് ചെയ്യട്ടെ. അടിപൊളി ഫുഡാണെന്നാണ് ചേച്ചി പറയുന്നത്. ലെറ്റ്സ് ട്രൈ. നമ്മൾ പിന്നെ ഫുഡിന്റെ ആണല്ലോ, അപ്പൊ പിന്നെ എന്തായാലും ട്രൈ ചെയ്യണല്ലോ. സമയം ഇപ്പൊ 6:30 ആയിട്ടുള്ളൂ. 6 ഇങ്ങനെ ഭയങ്കര ഇട്ടായി. കാരണം പറയാം ഞാനിങ്ങനെ ഇപ്പോഴും ഞാൻ യു കെ വന്നപ്പോ ഇല്ലെന്ന് പറയാൻ നിൽക്കണ്ട. എനിക്കിപ്പോ കമന്റ് വരും. സാധനമുണ്ട്. എനിക്കത് ഇരിക്കാൻ പറ്റില്ല. എന്നാവൂല
ഗൈസ് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രോൺസ് ബിരിയാണിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഞാൻ കുറേ ബിരിയാണിയും ചിക്കൻ ബിരിയാണി മാത്രമേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ വെറൈറ്റിക്ക് ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സലാഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബിരിയാണിയുടെ ഉള്ളിലായിട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പ്രോൺസ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അപ്പുറത്ത് ഇരുന്നിട്ട് ആർദർ ഇങ്ങനെ ഓരോ ഗുഷ്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആർദറും ചിക്കൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്, ഞാൻ പ്രോൺസ് ബിരിയാണി. ഞാൻ കഴിച്ച് നോക്കി. ആക്ച്വലി എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സാധാരണ ബിരിയാണി റൈസ് ആണെങ്കിലും ആ ഗ്രേവി കൂടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രോൺസ് ട്രൈ ചെയ്തു. അത് ആക്ച്വലി നല്ലോണം ക്രിപ്സി ആയിട്ട് മറ്റേ മുരിഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങള് വീടെത്തി. അപ്പൊ ഞാൻ വീഡിയോ എടുക്കട്ടെ പിന്നെ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ വീടെത്തി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. I don't like it. Yeah. Bye.